സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും 9 മണി വാർത്തയിലേക്ക്. ആദ്യം പ്രധാന വാർത്തകൾ വേഗത്തിൽ നോക്കാം. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതകത്തിൽ മൃതദേഹം സംസ്കരിച്ച 13 ഇടങ്ങൾ അടയാളപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം. മണ്ണ് കുഴിച്ചുള്ള പരിശോധന നേത്രാവതി പുഴയോരത്തെ സ്നാനഘട്ടത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ. സംഘർഷ സാധ്യത കണക്കിലെടുത്ത ധർമ്മസ്ഥലയിലും പരിസര പ്രദേശങ്ങളിലും കനത്ത പോലീസ് സുരക്ഷ. തെളിവുകൾ നശിപ്പിക്കാതിരിക്കാനും പോലീസ് കാവൽ. ചേർത്തല പള്ളിപ്പുറത്ത് വീട്ടുവളപ്പിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയേറുന്നു. സ്ഥലമുടമ സെബാസ്റ്റ്യൻ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ. ശരീരാവശിഷ്ടങ്ങൾ പെട്രോൾ ഒഴിച്ച് കത്തിച്ച നിലയിൽ. ഏറ്റുമാനൂരിൽ നിന്ന് കാണാതായ ജൈനമ്മയുമായുള്ള ബന്ധം സമ്മതിക്കാതെ സെബാസ്റ്റ്യൻ. ഫോൺ കോളുകൾ കണ്ടെത്തി ക്രൈംബ്രാഞ്ച്. ചേർത്തലയിൽ നിന്ന് കാണാതായ ബിന്ദു പത്മനാഭനെക്കുറിച്ചും അന്വേഷണം. ഷാർജയിൽ മരിച്ച അതുല്യയുടെ റീപോസ്റ്റ്മോർട്ടം നടത്തുമെന്ന അച്ഛൻ. തൂങ്ങി മരിക്കണമെന്ന ഫോറൻസിക് പരിശോധനാ ഫലം തള്ളി കുടുംബം. മകൾ സ്വന്തം മനസാലെ ജീവൻ ഒടുക്കില്ലെന്ന അച്ഛൻ രാജശേഖരൻ പിള്ള. നിയമ പോരാട്ടം തുടരുമെന്നും പിതാവ്. നിമിഷപ്രിയയ്ക്ക് ആശ്വാസം. വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായെന്ന കാന്തപുരത്തിന്റെ ഓഫീസ്. മാപ്പു നൽകിയിട്ടില്ലെന്ന് തലാലിന്റെ സഹോദരൻ. പ്രതികരിക്കാതെ വിദേശകാര്യ മന്ത്രാലയം. നിമിഷപ്രിയയെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരുമെന്ന് ചാണ്ടി ഉമ്മൻ. കുടുംബത്തെ അനുനയിപ്പിക്കാനുള്ള നീക്കം തുടരുകയാണെന്ന് യമനിലെ സൂഫി പണ്ഡിതന്റെ ശിഷ്യൻ ജവാദ് മുസ്തഹവി. മനുഷ്യക്കടത്ത് ആരോപിച്ച കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ കേരളത്തിൽ നിന്നുള്ള BJP സംഘം ഛത്തീസ്ഗഡിൽ. അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഛത്തീസ്ഗഡ് ഉപമുഖ്യമന്ത്രിയെ കാണും. UDF നേതാക്കളും റായ്പൂരിലേക്ക്. സംഘത്തിൽ ബെന്നി ബെഹനാനും ഫ്രാൻസിസ് ജോർജും NK പ്രേമചന്ദ്രനും. ഓപ്പറേഷൻ സിന്ദൂറിൽ പാർലമെന്റിൽ ചർച്ച തുടരും. പ്രധാനമന്ത്രി ഇന്ന് ലോക്സഭയിൽ സംസാരിക്കും. ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തിൽ മോദി നിലപാട് വ്യക്തമാക്കിയേക്കും. രാജ്യസഭയിലും ഇന്ന് ചർച്ച. നീളുക 16 മണിക്കൂർ. ഓപ്പറേഷൻ മഹാദേവ് സൈന്യം നടപ്പാക്കിയത് കൃത്യമായ ആസൂത്രണത്തോടെ. ചൈനീസ് നിർമ്മിത സാറ്റലൈറ്റ് ഫോണുകൾ പ്രവർത്തിപ്പിക്കുന്നുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ഭീകരരെ കണ്ടെത്തുന്നതിൽ നിർണായകമായി. ഭീകരരെ തുരത്താൻ സൈന്യം നിരീക്ഷണം നടത്തിയത് 14 ദിവസം. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഹാഷിം മൂസ ഉൾപ്പെടെ 3 ഭീകരരെ. ഹാഷിം മൂസ പാക് സൈന്യത്തിലെ മുൻ കമാൻഡോ. അമേരിക്കയിൽ 2 ഇടങ്ങളിലുണ്ടായ വെടിവെപ്പിൽ 7 മരണം. വെടിവെപ്പുണ്ടായത് ന്യൂയോർക്കിലും നെവാഡയിലും. ന്യൂയോർക്കിൽ 4, നെവാഡയിൽ 3 പേരും കൊല്ലപ്പെട്ടു. അക്രമികളിൽ ഒരാൾ സ്വയം വെടിവെച്ച് മരിച്ചു. മറ്റൊരാൾ പോലീസ് കസ്റ്റഡി. വിദ്യാർത്ഥികളുടെ ബസ് നിരക്ക് വർധനയിൽ സ്വകാര്യ ബസ് ഉടമകളുമായും വിദ്യാർത്ഥി സംഘടനകളുമായും ഗതാഗത സെക്രട്ടറിയുടെ ചർച്ച ഇന്ന്. ഗതാഗത മന്ത്രിയുമായി ബസ് ഉടമകൾ നടത്തിയ ചർച്ചയുടെ തുടർച്ച. വിദ്യാർത്ഥി സംഘടനകളുടെ നിലപാട് അറിഞ്ഞ ശേഷം വർധനവിൽ തീരുമാനമെടുക്കാൻ ഗതാഗത വകുപ്പ്. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് മറിഞ്ഞ അപകടം. വാനിലുണ്ടായിരുന്ന 2 പേരും പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടം മുക്കത്തിനടുത്ത് നോർത്ത് കാരശ്ശേരിയിലെ മാടാമ്പുറം വളവിൽ. പ്രദേശത്ത് അപകടം പതിവാണെന്നും റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് കാരണമെന്നും നാട്ടുകാർ. നമുക്കിനി വിശദമായ വാർത്തകൾ പരിശോധിക്കാം. ധർമ്മസ്ഥലയിലെ ദുരൂഹ മരണങ്ങൾ അന്വേഷിക്കുന്ന SIT സംഘത്തിൽ പ്രതീക്ഷയർപ്പിച്ച ആക്ഷൻ കമ്മിറ്റി. DGPയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് സത്യം പുറത്തു കൊണ്ടുവരാനാകുമെന്ന് ഇവർ പ്രതീക്ഷിക്കുന്നു. +2 വിദ്യാർത്ഥിനി സൗജന്യയുടെ കൊലപാതകത്തെ തുടർന്ന് രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയാണ് ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പര സംബന്ധിച്ച വെളിപ്പെടുത്തലിലേക്ക് നയിച്ചത്. ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലിൽ ഏറ്റവും നിർണായക പങ്കുവഹിച്ചത് സൗജന്യ കൊലക്കേസ് തന്നെയാണ്. ആ കേസാണ് ഇതിനെല്ലാം വഴിത്തിരിവായത്. അതിനാണ് വലിയ കൂട്ടായ്മ രൂപപ്പെട്ടത്, ആക്ഷൻ കമ്മിറ്റി രൂപപ്പെട്ടത്. ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തനം വിപുലമായി ആരംഭിച്ചതുമൊക്കെ. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് സൗജന്യ ആ മൃതദേഹം സംസ്കരിച്ച സ്ഥലത്താണ്. എൻ്റെ കൂടെ ജയന്തുണ്ട്. ഈ സമരങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിക്കുന്ന അവരുടെ ഒരാളായ ജയന്തുണ്ട്. ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം വന്നിരിക്കുന്നു. ഇപ്പം നമ്മളുള്ളത് സൗജന്യയുടെ മൃതദേഹം സംസ്കരിച്ച വീട്ടിലുമാണ്. എങ്ങനെ കാണുന്നത്? സന്തോഷ വിഷയം അത് വന്നത്. സൗജന്യ
ആ ഒരു കൊച്ചിൻ്റെ ഇതിലാണ് വന്നേക്കുന്നത് എന്ന് പറഞ്ഞില്ലേ. അത് ഞങ്ങൾ ദൈവരൂപ്യ അന്നോളെങ്കിൽ പറഞ്ഞോളാം. ദൈവരൂപ്യ ഉറപ്പായിട്ട് നിൽക്കുന്നത്. ഇന്നല്ല മുമ്പിലെ കാലത്ത് എവിടെയെങ്കിലും ഇങ്ങനെ അത്യാಚಾരമായി കൊലയായി കാണാതെ ആവുന്ന പ്രശ്നം വരുമ്പം ഇത് ഇവിടെ വന്ന് പറഞ്ഞാൽ 100% ശരിയാവും അത്. ആ ഒരു ലെവൽ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ക്ഷേത്രം ഉണ്ടെങ്കിൽ ദേവീക്ഷേത്രം എന്നൊക്കെ പേരെന്ന് പറഞ്ഞ് അത് ഇതേപോലെ 1000 വർഷങ്ങൾ മുമ്പ് ഇതേപോലെ ഓരോ പ്രശ്നങ്ങളായിട്ടാണ് ഒരു ക്ഷേത്രം എന്ന് വന്നേക്കുന്നത്. അന്നേരം ഒരു 100 വർഷം കഴിയുമ്പോഴത്തേ അതിൻ്റെ തിരിഞ്ഞ് ഓരോ പേരുകൾ തിരിഞ്ഞിട്ടായിട്ട് ആ ഒരു വരുന്നത്. പിന്നെ അവിടുത്തെ വരുന്ന ആ ശക്തിനെ മണ്ഡലമെല്ലാം ഡിപ്പെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതും ഇപ്പം തന്നെ എത്രയോ ആൾക്കാർ വന്ന് പറയുന്നുണ്ട്. അവളെന്ന് പറഞ്ഞ് ഞങ്ങൾ എത്രയോ കാര്യങ്ങൾ ശരിയാക്കുന്നുണ്ട്. ഇപ്പം ഈ സൗജന്യം എന്ന് പറഞ്ഞാൽ സൗജന്യം മാത്രമല്ല, ഒരു ആത്മാവ് മാത്രമല്ല, ഇവിടെ എത്രയോ 1000 ആത്മാവുണ്ട് ഇതിൻ്റെ കൂടെ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ മതി ഇവിടെ. ഇനിയിപ്പം ഈ ദേശത്ത് തന്നെ ഇപ്പം കണ്ടില്ലേ, കർണാടക ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഈ ധർമ്മസ്ഥലം നിന്ന് തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ എന്താ ലോകം അറിഞ്ഞില്ലയോ സൗജന്യം ആരാ എന്താന്ന്. അത് ലോകം അറിയാൻ പോകുന്നതേ ഉള്ളൂ മുമ്പിൽ വരുന്ന കാലത്ത്. എന്നാൽ ഇന്നത്തെ കാലത്തൊക്കെ നമുക്ക് കാനൂനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ ഒരു ലെവലിലെത്തി ഞങ്ങൾ. ഈ സൗജന്യ കേസിനകത്ത് എല്ലാ രീതിയിലും എല്ലാ ഓഫീസർമാരെയും എല്ലാം കോടതിയും കയറി ഇറങ്ങി മനസ്സിലായി എന്താ ഈ അധികാരികളുടെ അവസ്ഥ, എന്താ ഈ സർക്കാർ എന്ന് പറഞ്ഞാൽ എന്താ. അതൊക്കെ അവരുടെ ലാഭത്തിന് മാത്രം, വേറെ ഒന്നല്ല. നല്ലത് ചെയ്യണം, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അത് ക്ലിയർ ആക്കണം എന്ന് പറഞ്ഞ് 100% ഇല്ല. എല്ലാം അവരുടെ ലാഭത്തിന്. രാജിക്കാന്ന് പറഞ്ഞാൽ ഞാൻ മന്ത്രിയായി, ഞാൻ ഇത് കൂട്ടിവെച്ച സമ്പത്ത് ഇനി ഒരുത്ത അടിച്ചുകൊണ്ട് പോകരുത്, ഇനി ഒരുത്ത കേസിടാൻ പാടില്ല, ഇങ്ങനെ ആയിട്ട് മക്കളെ കൊണ്ടുവരും MLA മന്ത്രിയായിട്ട്. ഈ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ കുടുംബ പാരമ്പര്യം നിലനിൽക്കണം, അല്ലാതെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ലാസ്റ്റ് വരുന്ന ഇങ്ങനെയുള്ള ജീവങ്ങൾ പോയി കഴിയുമ്പോൾ അത് നമുക്കറിയുന്ന ആത്മ ഉണ്ട്. അതൊക്കെ കൂടിക്കഴിഞ്ഞാൽ തന്നെ വലിയ ശക്തിയായിട്ട് തന്നെ നിലനിൽക്കുമെന്ന് ഞാൻ പറയുന്നിരിക്കുന്നു. അതായത് എത്ര വലിയ സത്യങ്ങളും കുഴിച്ചു മൂടപ്പെട്ടാൽ, ആഴത്തിൽ കുഴിച്ചു മൂട്ടാലും ഒരു ദിവസം പുറത്തു വരുമെന്ന് പറയാറുണ്ട്. അതുപോലെ സൗജന്യം അതിനൊരു നിമിത്തമായി, അങ്ങനെ തന്നെയല്ലേ വിശ്വസിക്കുന്നത്? 100% സൗജന്യം പറഞ്ഞില്ലേ. ഇത് ഈ കൊച്ചു പോയത് വെളുപ്പിനെ കോളേജിൽ പോയതാ. ഇവിടെ വീട്ടിൽ പുത്തരി ഉണ്ടായിരുന്നു. പുത്തരി ആയും കൊണ്ട് വൈകുന്നേരം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ വെളുപ്പിനെ അമ്പലത്തിൽ അവരുടെ അമ്പലമുണ്ട്, ദേവീക്ഷേത്രമുണ്ട്. അവൾ തന്നെയായിരുന്നു ഈ സൗജന്യമായിരുന്നു എല്ലാം പൂജയും കാര്യം എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഇതായിരുന്നു. അങ്ങനെ ആ ഒരു ദേവീ രൂപത്തിൽ ഇവൾ നിൽക്കുന്നത് ഇപ്പം ഈ സൗജന്യം എന്ന് പറഞ്ഞത്. ഇല്ലെന്ന് പറഞ്ഞ് ഇത്രയും കൊലകളെല്ലാം കൊന്ന് എത്രയോ കുഴിച്ചിട്ട് കഴിഞ്ഞ് അല്ലേ, റെക്കോർഡില്ലാതെ സമയത്ത് ചെയ്ത് കഴിഞ്ഞ്. അന്ന് ഇതെന്തോ ഇതൊരെണ്ണം നിൽക്കുന്നത് ഇത്ര വർഷം നിലയുന്നത്. അതിൻ്റെ കൂടെ മഹേഷ് തിമറുടെ എന്ന് പറഞ്ഞിട്ട് ഗിരീഷ് മട്ടന്ന ഇവരെല്ലാം ചേർന്ന് ഇതിനൊരു ശക്തിയായി. അതിപ്പം ഞങ്ങളെന്ന് പറഞ്ഞാൽ നേരിട്ട് കാര്യം പറയാം, ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളെ നിയമിച്ചിട്ട് ചെയ്യിച്ചുകൊണ്ടിരിക്കുക. അതായത് സൗജന്യയുടെ അച്ഛൻ ഇന്നില്ല, അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു, ദുരൂഹസാഹചര്യത്തിൽ മരണപ്പെട്ടിരിക്കുന്നു. കേസിലെ സാക്ഷികളെല്ലാം മരിച്ചിരിക്കുന്നു. എന്നിട്ടും സൗജന്യ കേസിൽ ഇപ്പോഴും വലിയ വഴിത്തിരിവ്. ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് ഇത് പ്രധാനമായും അന്വേഷിക്കും. അല്ല, ആ കേസ് എൻക്വയറി ചെയ്ത് വരുമ്പോഴത്തേന് ഇതും അതിനകത്ത് ചേരും. ഇന്നിപ്പം കർണാടക തുംകൂർ എന്ന് പറഞ്ഞ് അവിടെ DSS ഒരു സംഘടനകാർ ഇന്ന് അവിടെ DC മണി കൊടുത്തോണ്ട് എല്ലാം ഇവിടെ അയക്കുന്ന എല്ലാം കൊലയാവട്ടെ ഭൂമി വിഷയമാവട്ടെ എല്ലാം വിഷയം ചേർത്തിട്ട് SIT തണ്ടത്തിന് എൻക്വയറി ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പം അവളെ തന്നെ അതേ തുംകൂർ പാവളെന്ന് അവളെ തന്നെ മുഖ്യമന്ത്രി ഗൃഹ സച്ചിവനുള്ള പുള്ളി പറയുന്ന സൗജന്യ കേസ് അത് വിരിയലെന്ന്. വേറെ ഒരു കേസും ഇല്ല. എന്താ തല ഓട്ടി കിട്ടിയത് മാത്രമേ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ചോദിക്കുന്നത് ഇവർക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട്, എല്ലാം കൊടുക്കാൻ എന്താ ബുദ്ധിമുട്ട്? അന്നേരം പുള്ളി ഉണ്ടോ ഇതിനെ പാർട്ട്ണറാണ് ഇവരൊക്കെ, എന്തിനാ ഇവരെ പേടിക്കുന്നത്? മുഴുവൻ കേസുകളും അന്വേഷിക്കണം. അതായത് ഒരുപാട് ആളുകളെ കാണാതായതുകൊണ്ട് പോലീസിന്റെ വിവരാവകാശ പ്രകാരം നിങ്ങൾ തന്നെ തയ്യാറാക്കിയതാണ്. എല്ലാ കേസുകളും പുറത്തു വരണം അല്ലേ? അത് എല്ലാം വരണം. ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഈ ധർമ്മസ്ഥല ഗ്രാമത്തെ പ്രശ്നമായിട്ട് കംപ്ലൈൻറ്റ് ഒരു പരാതി കൊടുത്തെന്ന് പറഞ്ഞാൽ അത് SIT എടുത്ത് SIT തനിക്ക് ചെയ്യണം. അത് ഇന്നിപ്പം കണ്ടില്ല കേരളത്തിൽ പോയിരിക്കുന്നത് പരാതി കൊടുക്കാനായിട്ട്. ഇവിടെ പറ്റാത്ത കൊണ്ടാ അനീഷ് എന്ന് പറഞ്ഞ ഈ സൗജന്യത്തിലേക്ക് വന്നാൽ ഇപ്പോൾ സൗജന്യ ഒരു ദൈവിക പരിവേഷം എല്ലാവർക്കും ഇവിടെ ഒന്ന് ആളുകൾ പ്രാർത്ഥിക്കുന്ന അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തി. എത്തി ഞാൻ പറഞ്ഞില്ലേ, ഓരോ ആൾക്കാരുടെ അനുഭവം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നാൽ എന്തായി, എങ്ങനെ ആയിക്കൊണ്ടവർ ആൾക്കാർ എത്ര വന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് മുമ്പ് ഒരു ദിവസം ക്ഷേത്രമായിട്ട് തന്നെ വരും. ഇപ്പം ഇത് രൂപം ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്ന മഹേഷ് തിമറുടെയാണ്. ആ പുള്ളി ഇത് എല്ലാവരും ആക്കി ഇങ്ങനെ പൂജ ചെയ്യാമെന്ന് പറഞ്ഞു. അതിന് ശക്തി 100 ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുക, അല്ല കുറഞ്ഞിട്ടില്ല. സൗജന്യം കുറച്ച് ദിവസം വേണമെങ്കിൽ അത് മെല്ലെ ഒതുക്കി വെക്കും, എന്നിട്ടൊരു തീയിലിൽ ഇടുന്നത് അതായിക്കൊണ്ട്. ആദ്യം 2 മാസം ബാക്ക് ഷമീറിൻ്റെ ഒരു വീഡിയോ വന്ന് അതിനും ഇച്ചിരി സൈലൻ്റ് ആയിരുന്നു. ഞങ്ങൾ ഡൽഹിയിലെല്ലാം പോയി. യൂട്യൂബുകൾ ഇപ്പോഴും 400-500 കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, അത് ഇപ്പോഴും തുടരുന്നുണ്ടല്ലേ? 350 മീഡിയയുടെ വേണ്ട ഇപ്പം ഇത് ഇഞ്ചക്ഷൻ തന്നിട്ടുണ്ട്. പിന്നെ നമ്മളൊക്കെ ഒത്തിരി മീഡിയ ബ്ലോക്ക് ചെയ്ത്
സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ് ഇടീ അതെല്ലാം മറികടന്ന് സത്യം പുറത്തു വരും. സത്യം വന്നുകൊണ്ടിരിക്കുവല്ലേ. ഇന്നലെ ട്വിറ്ററിനകത്ത് എന്തോ ഭയങ്കര ഇത് ചെയ്ത് 2.5 കോടി ആൾക്കാർ അതെന്തോ ചെയ്ത് ഷെയറൊക്കെ ചെയ്തോണ്ടിരുന്നത്. എന്തായാലും അതാണ് ജയന്ത് പറയുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഇത് സൗജന്യയുടെ ഒരു ഫോട്ടോ ആണ്. അതുപോലെ തന്നെ ഇത് സൗജന്യയുടെ മൃതദേഹം സംസ്കരിച്ച സ്ഥലമാണ്. ഇത് വലിയ തോതിൽ എല്ലാ ദിവസവും ഇവിടെ പൂക്കളും അത്തരത്തിൽ ഒക്കെ അർപ്പിച്ച് എല്ലാ ദിവസവും ഇവിടെ ആളുകളും കൂടുതലായി വരുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം ഒരു വൃക്ഷ തൈ ഇവിടെ നട്ടിട്ടുണ്ട്. അത് ആ ഒരു സമയത്ത് നട്ടാണ്, ഇപ്പോൾ വളർന്ന് വലുതായിരിക്കുന്നു. എന്തായാലും ഇവിടെ ഒരു കൃത്യമായ ആളുകൾ എത്തുന്ന ഒരു സാഹചര്യം എല്ലാ ഈ ധർമ്മസ്ഥലയിലും കുഴിച്ചു മൂടപ്പെട്ട അല്ലെങ്കിൽ ഈ അറിയാത്ത രഹസ്യങ്ങൾ അതൊക്കെ പുറത്തു വരാൻ നിമിത്തമായിരിക്കുന്നത് ഈ സൗജന്യയുടെ ഒരു കൊലപാതകം തന്നെയാണ്. ഈ കൊലപാതകത്തിലും ഇതുവരെ ഒരു സാക്ഷിയെയും അതുപോലെ തന്നെ സ്വന്തം അച്ഛൻ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിലെല്ലാം സത്യം പുറത്തു വരേണ്ടതുണ്ട്. അത് വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ധർമ്മസ്ഥലയിലെ സൗജന്യയുടെ വീട്ടിൽ നിന്നും KV ബൈജു, ന്യൂസ് 18. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതകത്തിൽ മൃതദേഹം സംസ്കരിച്ച 13 ഇടങ്ങൾ അടയാളപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം. നേത്രാവതി പുഴയോരത്തെ സ്നാനഘട്ടത്തോട് ചേർന്നുള്ള ഈ പ്രദേശങ്ങളിലാണ് മണ്ണ് കുഴിച്ചുള്ള പരിശോധന നടത്തുക. സ്നാനഘട്ടത്തിൽ നിന്ന് KV ബൈജു വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ബൈജു, ഗുഡ് മോർണിംഗ്. ഈ സൗജന്യ അടക്കം ആ മണ്ണിൽ പുതഞ്ഞ ആളുകൾക്ക് എല്ലാവർക്കും നീതി അത് കിട്ടേണ്ടതുണ്ട്. എന്തായാലും ഇനി അധിക നാൾ ആ മണ്ണിൽ പുതഞ്ഞ രഹസ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കേണ്ടി വരില്ല എന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായും ഭവ്യ, ഞാനിപ്പോൾ നിൽക്കുന്നത് നേത്രാവതി പുഴയോരത്തെ ആ സ്നാനഘട്ടത്തിലാണ്. ഒരുപക്ഷെ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും, മറ്റ് മാധ്യമങ്ങൾ ഒന്നും തന്നെ ഇവിടെ എത്താത്തൊരു സമയമുണ്ടായിരുന്നു. അന്ന് ന്യൂസ് 18 സംഘത്തെ വെല്ലുവിളിച്ച ആ സ്ഥലമാണ്. ഇവിടെ എത്തിയാൽ ജീവനോടെ തിരിച്ചു പോയില്ല എന്ന് പറഞ്ഞു. അന്ന് 1 മണിക്കൂറാണ് നമ്മൾ തത്സമയം സംരക്ഷണം ചെയ്തത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. ആ സ്നാനഘട്ട, ഈ സ്നാനഘട്ടയിൽ നിന്നാണ് ഇത്തരത്തിൽ ന്യൂസ് 18 സംഘം ഇവരുടെ ഭീഷണി വകവയ്ക്കാതെ, അതായത് ഡി ഗ്യാങ്ങിന്റെ ഭീഷണി വകവയ്ക്കാതെ തത്സമയ സംരക്ഷണം 1 മണിക്കൂറോളം നമ്മൾ പ്രേക്ഷകർക്കായി എത്തിച്ചത്. ഇനിയിപ്പോൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടി കാണാനുണ്ട്. അതാണ് ഈ മാർക്ക് ചെയ്ത സ്ഥലം. ഭവ്യ, ഇപ്പോൾ കാണുന്ന ഈ സ്ഥലത്ത് മൃതദേഹം പൊടിച്ചിട്ടു എന്നാണ് ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 13ാമത്തെ നമ്പർ മാർക്ക് നമുക്കത് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഇവിടെയാണ് ഒരു മൃതദേഹമുള്ളത്. 13ാം നമ്പർ മാർക്ക് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇന്നലെ ഉച്ച മുതൽ ഇത്തരത്തിൽ ആരംഭിച്ച ഈ തെളിവെടുപ്പ്, ആ തെളിവെടുപ്പിൽ ഏറ്റവും അവസാനമായി മാർക്ക് ചെയ്ത ഈ സ്ഥലമാണ് ഇപ്പോൾ കാണുന്നത്. ഇത് 13ാം നമ്പറാണ്. ഇവിടെ ഒരു മൃതദേഹമുണ്ടെന്നാണ് ഇപ്പോൾ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ പ്രദേശത്ത് ഇപ്പോൾ പോലീസ് കാവൽ 24 മണിക്കൂറും പോലീസിന്റെ കാവലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ തെളിവ് നശിപ്പിക്കാതിരിക്കാൻ അത്രത്തോളം കരുതലോടുകൂടിയാണ് ഇപ്പോൾ SIT സംഘം മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് കാണാം. ഇതിന് ചുറ്റും ബാനർ, ഈ സ്ഥലം ഇപ്പോൾ സീൽ ചെയ്ത രീതിയിൽ ഒരുക്കി വെച്ചതും നമുക്ക് കാണാം. ഈ സ്ഥലം കുഴിച്ചാൽ, ഈ 13ാം നമ്പർ, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ 13ാം നമ്പർ കുഴിച്ചാൽ ഇവിടെ മൃതദേഹം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ വെളിപ്പെടുത്തൽ നമുക്ക് പോലീസിന്റെ ഒരു സുരക്ഷ ഇവിടെ ഒരുക്കിയതും കാണാം. ഇദ്ദേഹം 24 മണിക്കൂറും ഇവിടെ ഈ ഡ്യൂട്ടിയിലാണ്. ഈ ഒരു സ്ഥലത്ത് എത്ര ഗൗരവത്തിലാണ് SIT ഈ ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കാണുന്നത്. ഇത് നേത്രാവതി പുഴയാണ്, സ്നാനഘട്ടയാണ്, ഒരുപാട് ആളുകൾ എത്തുന്ന സ്ഥലമാണ്. പുണ്യ നദി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഒരു കാലത്ത് 100 കണക്കിന് മൃതദേഹങ്ങൾ ഇവിടെ ഒഴുകിയെത്താറുണ്ടെന്നാണ് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയത്. ആ സ്ഥലമാണിത്. ഇവിടെ എത്തുന്ന ഇത്തരത്തിലുള്ള മറ്റ് 100 മൃതദേഹങ്ങൾ പല ഇടങ്ങളിലായി സംസ്കരിച്ചു. ആ സംസ്കരിച്ചിരിക്കുന്ന ഒരു സ്ഥലം, ഈ കുഴിച്ചിട്ട ഒരു സ്ഥലം, അതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇന്നലെ കണ്ടെത്തിയ ഈ സ്ഥലത്ത് പോലീസ് സുരക്ഷ, ആ സമയം മുതൽ പോലീസ് സുരക്ഷയുണ്ട്. ഏതെങ്കിലും കാരണവശാൽ ആ 13 എന്ന് കാണുന്ന നമ്പർ അത് അവിടെ തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കാതിരിക്കാനാണ് ഇത്തരത്തിൽ വലിയ തോതിൽ സുരക്ഷ ഒരുക്കിയിട്ടുള്ളത്. ഇങ്ങനെ ഓരോ ഇടങ്ങളിലും ഇത്തരത്തിൽ നശിപ്പിക്കാതിരിക്കാൻ ഇനി ഈ സ്ഥലം കുഴിച്ച് പരിശോധിക്കും. ഈ പരിശോധിക്കുമ്പോൾ നേരത്തെ ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മണ്ണിനടിയിൽ ഒരു ഒളിഞ്ഞുകിടക്കുന്ന, അല്ലെങ്കിൽ വർഷങ്ങളായി, ഇത് 95 മുതൽ 2014 വരെ ഇത്തരത്തിൽ ഇവിടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ കൊല്ലപ്പെട്ട, അല്ലെങ്കിൽ ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഉൾപ്പെടെ ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ബലാത്സംഗം ചെയ്തും അത്തരത്തിലാണ് കൊലപാതകം നടന്നത്. അങ്ങനെയുള്ള ആരുടെ മൃതദേഹമാണ് ഇവിടെ കുഴിച്ചിട്ടത്? അതാണ് ഇനി അറിയേണ്ടത്. ധർമ്മസ്ഥലയിലെ ഓരോ മണിക്കൂറുകളും നിർണായകമാണ്. അല്പസമയത്തിനകം തന്നെ ശുചീകരണ തൊഴിലാളിയുമായി
ഈ സംഘം തെളിവെടുപ്പിനായി വീണ്ടും ഇവിടെ എത്തും. ഇനി 14-ാം നമ്പർ, അത് ഇതിന് തൊട്ടടുത്താണ്. അവിടെ ഇന്നലെ വ്യക്തമായ ഒരു തെളിവ് അവശേഷിക്കുമെന്നാണ് എപ്പോഴും നമ്മൾ പറയാറ്. ഇവിടെ ആ ഒരു വലിയ തെളിവായത് ആ ശുചീകരണ തൊഴിലാളിയാണ്. കാരണം അദ്ദേഹമാണ് ഇത്ര വലിയൊരു കൊലപാതകങ്ങൾ, കൂട്ടക്കൊലപാതകങ്ങൾ ധർമ്മസ്ഥലയിൽ നടന്നിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ധൈര്യം കാണിച്ച് മുന്നോട്ട് വന്ന ഒരാൾ. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഇടങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിൽ 13-ാം നമ്പർ, അവിടെ ഒരു മൃതദേഹമുണ്ട് എന്ന് വളരെ വ്യക്തമായി ഇപ്പോൾ നമുക്ക് ന്യൂസ് 8-ന്റെ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്ന് അവിടെ കുഴിച്ച് പരിശോധിക്കുമ്പോൾ ആ തെളിവുണ്ടാകും. റഡാർ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് തെളിവെടുപ്പ് അല്ലെങ്കിൽ കുഴിച്ച് പരിശോധിക്കുന്നതാണ് മനസ്സിലാക്കുന്നത് അല്ലേ? കാരണം അത്രമാത്രം ആഴത്തിലുള്ള കുഴിച്ച് പരിശോധിക്കൽ വേണ്ടിവരും. ഭവ്യ, നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഇവിടെ വലിയ ആഴത്തിലൊന്നും കുഴിച്ചിട്ടില്ല എന്നാണ് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയത്. അങ്ങനെയാണെങ്കിൽ സാധാരണ രീതിയിൽ കുഴിച്ചാൽ തന്നെ ഇവിടെ മൃതദേഹ അവശിഷ്ടം ലഭിക്കാനാണ് സാധ്യത. ഇത്തരത്തിൽ ഇദ്ദേഹം വനത്തിനകത്ത് നിന്നും സ്വന്തം നിലയിൽ, അതായത് തെളിവിനായി ഒരു മൃതദേഹം കുഴിച്ചെടുത്തിരുന്നു. അത് ഏതാനും മിനിറ്റുകൾ മാത്രം കൊണ്ടാണ് അത്തരത്തിൽ മൃതദേഹം കുഴിച്ചെടുക്കാനായത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ വളരെ എളുപ്പത്തിൽ ഇവിടെ സാധാരണ രീതിയിൽ തന്നെ കിളച്ചാൽ ഇവിടെ ഈ മൃതദേഹാവശിഷ്ടം കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരത്തിൽ ഈ മൃതദേഹങ്ങൾ പുറത്തെടുക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ തെളിവുകൾ നഷ്ടപ്പെടാതിരിക്കാനാണ് ശാസ്ത്രീയമായ ഇത്തരത്തിലുള്ള സാധ്യതകൾ തേടുന്നത്. ഒരു പക്ഷേ ഇപ്പോൾ 13 സ്ഥലങ്ങളിലാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഒരു പക്ഷേ അല്പസമയത്തിനകം തന്നെ ഈ 13-ാം നമ്പർ നമുക്ക് തത്സമയം പ്രേക്ഷകർക്ക് കാണിക്കാൻ പറ്റും. ഒരിക്കൽ കൂടി ആ ദൃശ്യം കാണാം. വളരെ വേദന തോന്നുന്നു. ഒരുപാട് സ്കൂളിലേക്ക് യൂണിഫോമുമായി ഒക്കെ പോകുന്ന, സ്കൂൾ ബാഗുമായി പോകുന്ന കുട്ടികൾ, അത്തരം ആളുകളെ പോലും അതിനീചമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്നാണ് ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ആരുടേതാകും ഈ മൃതദേഹം? അത് വലിയ ചോദ്യമാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ്? അതും വലിയ ചോദ്യമാണ്. അത്തരം ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കാണാനുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ടവരും അനന്യ ഭട്ടിന്റെ മൃതദേഹം ഇവിടെ കുഴിച്ചുവിട്ടിട്ടുണ്ടെന്നാണ് ശുചീകരണ തൊഴിലാളി വ്യക്തമാക്കിയത്. കാരണം അമ്മ സുജാത ഭട്ട് പറഞ്ഞ സാദൃശ്യം പലരും നോക്കുമ്പോൾ അത്തരത്തിലൊരു മൃതദേഹം. ഇനിയിപ്പോൾ ഈ 13-ാം നമ്പർ ആയിരിക്കുമോ അനന്യ ഭട്ടിന്റെ മൃതദേഹം? വർഷങ്ങൾക്ക് മുൻപ്, 23 വർഷങ്ങൾക്ക് മുൻപ് കാണാതായ ആ MBBS വിദ്യാർത്ഥിനി വലിയ പ്രതീക്ഷയോടുകൂടി ഇത്തരത്തിൽ അമ്മ MBBS പഠനത്തിന് വിട്ടു. തന്റെ സഹപാഠികൾക്കൊപ്പം നാട് കാണാൻ വന്നു. ഒടുവിൽ ഇവിടെ മണ്ണിനടിയിൽ ഇത്തരത്തിൽ കിടക്കേണ്ടി വന്നു. വലിയ തോതിലുള്ള ബലാത്സംഗത്തിന് ഇരയായ അത്തരത്തിൽ ഇതായി. ഏതായാലും ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയ ഓരോ മൃതദേഹങ്ങൾ തനിക്ക് കാണാൻ പോലും പറ്റാത്ത അത്രയും സങ്കടകരമായ രീതിയിൽ ആണെന്നാണ്. ഈ സ്ഥലം, ഇത് ഇപ്പോൾ ഇതിലെ ഒരു റോഡുണ്ട്, നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. പ്രധാനപ്പെട്ട ഒരു പാതയാണ്. ഇത്ര അരികിലാണ് ഇങ്ങനൊരു മൃതദേഹം ഉള്ളത്. ഈ പരിസരത്തൊക്കെ, ഈ കാടിനകത്തൊക്കെ ഇത്തരത്തിൽ മൃതദേഹം കുഴിച്ചിട്ടുണ്ട്. ഇത് 2014 വരെയുള്ള കാര്യങ്ങളാണ്. ഇനി അതിനുശേഷം എത്ര പേരെ ഇവിടെ കൊന്ന് കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്നതാണ് വലിയ ചോദ്യമായി വരുന്നത്. ഏതായാലും 100ഓളം മൃതദേഹങ്ങൾ ശുചീകരണ തൊഴിലാളി തന്നെ കുഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഏതായാലും ഇന്ന് വളരെ നിർണായകമാണ് ധർമ്മസ്ഥലയെ സംബന്ധിച്ചിടത്തോളം. ഈ 13 ഇടങ്ങൾ ഇന്ന് കുഴിച്ച് പരിശോധിക്കുമ്പോൾ അതാണ് ഏറ്റവും പ്രധാനം അറിയേണ്ടത്. മുഴുവൻ ധർമ്മസ്ഥലയിലേക്ക് ഉറ്റുനോക്കുകയാണ്. അത്രമാത്രം രഹസ്യങ്ങൾ അവിടെ മൂടിക്കിടപ്പുണ്ട്. നമുക്കറിയാം, ഈ ഒരു അന്വേഷണത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്താൻ എത്രമാത്രം വലിയ വഴികൾ താണ്ടേണ്ടി വന്നു എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഇനിയുള്ള മണിക്കൂറുകൾ ഏറെ നിർണായകം ആണല്ലോ. തീർച്ചയായും വളരെ നിർണായകം എന്ന് പറയേണ്ടി വരും ഭവ്യ. കാരണം ഈ മൃതദേഹം ഇത്തരത്തിൽ 100 മൃതദേഹങ്ങൾ, അവശിഷ്ടങ്ങളൊക്കെ പുറത്തെടുക്കുമ്പോൾ നമുക്കറിയാം, ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്ത് എവിടെയും നമ്മൾ കേൾവിയില്ലാത്തൊരു സംഭവമാണ്. അതും പ്രായപൂർത്തിയാകാത്ത സ്കൂളുകളിലേക്കും മറ്റും പോകുന്നുണ്ടായ അതേ യൂണിഫോമിൽ ഇത്തരത്തിൽ ബലാത്സംഗത്തിനിരയായും ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടും ഇവിടെ കൊലപാതകം കൊലപ്പെടുത്തി ഒടുവിൽ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി ഒരാളെ കൊണ്ട് അത് കുഴിച്ചു മൂടിപ്പിക്കുന്നു. അത് ഈ പ്രദേശങ്ങളിലെല്ലാം ദൃശ്യങ്ങളിലേക്ക് ഒന്നുകൂടി പോയാൽ ഭവ്യ നമുക്ക് കാണാം, കാട് പിടിച്ചു കിടക്കുന്നതാണ്. ഇത് വളരെ അടുത്താണ്, സ്നാനഘട്ട തൊട്ടപ്പുറത്താണ്, പുണ്യ നദി എന്നാണ് പറയുന്നത്. ഒരുപാട് ആളുകൾ ഈ ഇവിടെ എത്തുന്ന ആളുകൾ ഈ പുഴയിൽ ഇത്തരത്തിൽ മുങ്ങിക്കുളിക്കും. ഒപ്പം പണം പോലും ഈ പുഴയിൽ നിക്ഷേപിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും അത്രത്തോളം അടുത്ത്, ഒരു സ്നാനഘട്ടയുടെ അടുത്ത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ എത്തിയതാണ്. ഈ മൃതദേഹങ്ങൾ വ്യാപകമായി കുഴിച്ചിട്ട പ്രദേശമുണ്ട്. അവിടെ തത്സമയം നമ്മൾ ദൃശ്യങ്ങൾ കാണിച്ചതാണ്. പക്ഷേ ഈ ഒരു സ്ഥലം ഇതാരും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലമാണ്. അത്രത്തോളം തുറന്ന ഒരു പ്രദേശം.
കൂടുതൽ ആളുകൾ സ്ഥിരമായി വാഹനങ്ങൾ ഉൾപ്പെടെ പോകുന്ന ഒരു പ്രദേശം. എന്തായാലും SITയുടെ അന്വേഷണം അത് വളരെ വേഗത്തിൽ എന്ന് വേണം പറയാൻ. അത്രത്തോളം ഗൗരവത്തിൽ SIT ഈ വിഷയം എടുത്തിട്ടുണ്ടെന്ന് വേണം. ഈ ഒരു സംവിധാനങ്ങൾ ഇവർ കൊണ്ടുവന്ന ഏർപ്പെടുത്തിയ സംവിധാനങ്ങൾ കാണുമ്പോൾ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് അതീവ സുരക്ഷയോടുകൂടി വലിയ പോലീസ് സന്നാഹത്തോടുകൂടി ശുചീകരണ തൊഴിലാളിയും കൊണ്ട് ഇവിടെ എത്തുന്നത്, SIT ഉദ്യോഗസ്ഥരെത്തുന്നത്. പിന്നീട് കണ്ടത് 13 മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് പറയുന്ന സ്ഥലം അടയാളപ്പെടുത്തുന്നത്. ഇപ്പോൾ 13ാം നമ്പർ, അത് ഏറ്റവും ഒടുവിലായി ഇന്നലെ അടയാളപ്പെടുത്തിയ സ്ഥലമാണിത്. ഇന്ന് 14, ഇന്നലെ മഴ കാരണം 14ാമത്തെ സ്ഥലം സ്ഥിരീകരിച്ചെങ്കിലും അവിടെ ഇത്തരത്തിൽ അടയാളപ്പെടുത്താൻ സാധിച്ചിരുന്നില്ല. അത് ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ് 14ാമത്തെ കാര്യത്തിൽ വരുന്നത്. ഒരു പ്രമുഖന്റെ, അതായത് ഉന്നത വ്യക്തിയുടെ എസ്റ്റേറ്റിനകത്താണ് ആ ഒരു മൃതദേഹം കുഴിച്ചിട്ടിട്ടുള്ളത്. എന്നാലും വളരെ നിർണായകമാകും ഇന്നത്തെ ഈ SITയുടെ പരിശോധന എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒരു പക്ഷേ ഇവിടെ ഈ 13ാം നമ്പർ ഇതിന്ന് കുഴിച്ച് പരിശോധിക്കുന്ന രീതിയിൽ ഈ 13 വരെയുള്ള സ്ഥലങ്ങൾ ഇന്ന് കുഴിച്ച് പരിശോധിക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്നാലും അല്പസമയത്തിനകം അതിനെല്ലാം ഒരു സ്ഥിരീകരണം ഉണ്ടാകും. സംഘം SIT സംഘം ശുചീകരണ തൊഴിലാളിയും കൊണ്ട് അല്പസമയത്തിന് തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തെത്തും. സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അല്പസമയത്തിനകം എത്തും. RDOയുടെ സാന്നിധ്യം വേണം. RDO ഇന്ന് എത്തുവാണെങ്കിൽ ഈ 13ാം നമ്പർ ഉൾപ്പെടെ ഈ 13 സ്ഥലങ്ങൾ ഇന്ന് കുഴിച്ച് പരിശോധിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഭവ്യ, SITയുടെ അന്വേഷണം അത് വേഗത്തിലാണ്. അതിൽ വലിയ പ്രതീക്ഷയുണ്ട്. നമ്മൾക്കടക്കം ആക്ഷൻ കൗൺസിലും പൂർണ്ണമായി വിശ്വസിക്കുന്നു SIT അല്ലേ? തീർച്ചയായും ആക്ഷൻ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണ തൃപ്തരാണ് അവർ ഈ അന്വേഷണത്തിൽ. കാരണം അവർക്ക് യാതൊരു ആശങ്കയുമില്ല. അതുകൊണ്ടാണ് നേരത്തെ ഒന്നും ഈ സാക്ഷി, അതായത് ശുചീകരണ തൊഴിലാളിയെ ഇത്തരത്തിൽ പോലീസുമായി ഏതെങ്കിലും തരത്തിൽ വിട്ടുകൊടുത്ത്, അതായത് അവർ പറഞ്ഞത് ഈ സ്ഥലങ്ങൾ കാട്ടിത്തരുമെന്നാണ് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സഹകരിക്കാനും തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് 15 മണിക്കൂറാണ് ഇത്തരത്തിൽ സാക്ഷിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. നിർണായകമായ വിവരങ്ങൾ SITക്ക് അദ്ദേഹം കൈമാറിയിട്ടുണ്ട്. അതായത് ഇത് തന്നെ കൊണ്ട് ആരാണ് ചെയ്യിപ്പിച്ചത്, അതല്ലെങ്കിൽ ഇതിന് പിന്നിൽ ആരൊക്കെ. ഏതായാലും പല കാര്യങ്ങളും പല ആളുകളെ കുറിച്ചും ഇവിടെ ഉള്ളവർക്കെല്ലാം അറിയാം. പക്ഷെ അതെല്ലാം അന്വേഷണ സംഘമാണ് വെളിപ്പെടുത്തേണ്ടത്. അവർ തന്നെ വെളിപ്പെടുത്തട്ടെ, അവർ തന്നെ കണ്ടെത്തട്ടെ. ഉടൻ തന്നെ ഇത്തരത്തിലുള്ള ഈ അധമന്മാരെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏതായാലും News 18 കൊണ്ടുവന്ന ആ വാർത്ത അതിന്റെ ഫലം കാണുന്നു, അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഏറ്റവും സുപ്രധാനമായ നീക്കങ്ങളാണ് ഇപ്പോൾ SIT നടത്തുന്നത്. 13 സ്ഥലങ്ങൾ ഇന്ന് പരിശോധിക്കും. അതാണ് ഇനി വരും മണിക്കൂറുകളിലെ ഏറ്റവും ആശങ്ക ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അതാണ് ബൈജു, ഈ ആരോപണ വിധേയരെല്ലാം എതിർക്കുന്നവരെ ഇല്ലാതാക്കാൻ ഒരു മടിയുമില്ലാത്തവരാണ്, അത്ര ഉന്നതരാണ് എന്ന് നേരത്തെ തന്നെ ഈ ശുചീകരണ തൊഴിലാളി അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ഈ ശുചീകരണ തൊഴിലാളിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഉള്ള സമയത്ത് തനിക്ക് അവരിൽ നിന്ന് സംരക്ഷണം വേണം, തന്റെ ജീവന് ആപത്തുണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ് നമുക്ക് മനസ്സിലായതാണ്. അപ്പോൾ തന്നെ വളരെ വ്യക്തമാണ്, വലിയ ഉന്നതരാണ് ഈ ആരോപണ വിധേയർ, എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ്. കാരണം അതുകൊണ്ടായിരിക്കുമല്ലോ ഇത്രമാത്രം ഒരു അത്ര ക്രൂര കൊലപാതകങ്ങൾ നടത്തിയത്. അപ്പോൾ ഈ രഹസ്യങ്ങൾ ചുരുളഴിയുമ്പോൾ ആരൊക്കെ പെടുമെന്ന കാര്യത്തിൽ വലിയ ആകാംക്ഷയുണ്ട്. തീർച്ചയായും അവരെല്ലാം നിയമത്തിന് മുന്നിൽ വരണം ഭവ്യ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു ദൗത്യം, ഇത്തരത്തിലുള്ള ഒരു വാർത്ത സധൈര്യം ഏറ്റെടുത്ത് News 18 മുന്നോട്ട് പോകുന്നത്. ഒരു പോലീസ് സ്റ്റേഷൻ മൊത്തം വിലക്കെടുക്കാൻ കഴിയുന്നവർ, ഒരു ഭരണകൂടങ്ങളെ, അതായത് ഈ ഭാഗത്തുള്ള ബൽത്തങ്ങാടി താലൂക്കിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെ വിലക്കെടുക്കാൻ കഴിയുന്ന അതാരാണ്? അവർ പുറത്തു വരണം. അത് പോലീസ് തന്നെ അതിന് ഉത്തരം നൽകട്ടെ. എന്തായാലും ഇത്തരം ആളുകളുടെ എസ്റ്റേറ്റുകളിലൊക്കെ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട്. അതും ശുചീകരണ തൊഴിലാളിക്കറിയാം. നേരത്തെ ഒന്നും വെളിപ്പെടുത്താത്ത ഒരു കാര്യമാണ്. അത് SITക്ക് മുന്നിൽ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന വസ്തുതകൾ ഇന്ന് തന്നെ ഒരുപക്ഷെ പുറത്തു വന്നേക്കാം. അത് ഏതായാലും 10 മണിയോടുകൂടി ഈ സംഘം ഇവിടെ എത്തും. അതിനുശേഷം നടക്കുന്ന പരിശോധന വളരെ പ്രധാനമാണ്. ഇതിപ്പോൾ വനത്തിനകത്തും അതുപോലെ തന്നെ നേത്രാവതി പുഴയോരത്തുമൊക്കെയാണ് ഇത്തരത്തിൽ മൃതദേഹം അടയാളപ്പെടുത്തിയിരുന്നെങ്കിൽ ഇനി അങ്ങനെയല്ല. വരും സമയങ്ങളിൽ അത് എസ്റ്റേറ്റുകളിലേക്കും കൂടി എത്തുന്നു എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ പ്രതികളിലേക്ക് എത്താൻ ഇനി വലിയ താമസമുണ്ടാകില്ല. എത്ര ഉന്നതരായാലും പ്രതികൾക്ക് കയ്യാമം വെക്കും. അതുപോലെ തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. അവർക്ക് ശിക്ഷ, പരമാവധി ശിക്ഷ ലഭിക്കുന്ന രീതിയിൽ പോകും എന്ന് തന്നെയാണ് ഈ ആക്ഷൻ കമ്മിറ്റി വിശ്വസിക്കുന്നത്. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ അനന്യ ഭട്ടിന്റെ അമ്മ സുജാത ഭട്ട് ഇവിടെ ഉണ്ട്. അവർ തങ്ങളുടെ മകളുടെ അവസാന കർമ്മം ചെയ്യാൻ ഒരു അസ്ഥിയെങ്കിലും തരുമെന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. അവരുടെ കണ്ണുനീർ, അവരുടെ പരാതിയിൽ ഇപ്പോൾ 23 വർഷത്തിന് ശേഷമാണ് കേസെടുത്തിരിക്കുന്നതെന്നാണ് അതിലേറ്റവും പ്രധാനം.
ഏതായാലും അവരുടെ DNA പരിശോധന ഇവിടെ നിന്ന് ലഭിക്കുന്ന ഇപ്പോൾ 13 മൃതദേഹങ്ങളാണ് പുറത്തെടുക്കുന്നതെങ്കിൽ ഈ സ്ഥലത്ത് നിന്ന് കിട്ടുന്നതെങ്കിൽ ആ മൃതദേഹങ്ങളുമായി ഈ DNA മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കും. അങ്ങനെയാണെങ്കിൽ 23 വർഷത്തിന് ശേഷം തന്നെ യെസ്, ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണ്ടെത്തുമോ നിർണായക തെളിവുകൾ എന്നുള്ള ചോദ്യമാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഉന്നയിക്കുന്നത്. ബൈജു തുടരുന്നുണ്ട്. ബൈജു, നിർണായക തെളിവുകൾ കണ്ടെത്തുമോ എന്ന് മാത്രമാണ് നമുക്കിന്ന് അറിയേണ്ടത്. അതോടൊപ്പം തന്നെ SITയുടെ ഇന്നത്തെ അന്വേഷണം, മൃതദേഹങ്ങൾ കുറിച്ചുള്ള പരിശോധന, അത് എത്ര സമയം വരെ നീളും എന്ന കാര്യത്തിൽ ഇന്നലെ തന്നെ നമുക്കറിയാം മണിക്കൂറുകൾ നീണ്ട തിരച്ചിലായിരുന്നു. ഇന്ന് അതേപോലെ എത്രമാത്രം സമയം അത് നീളും എന്ന കാര്യത്തിൽ എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ? അതോടൊപ്പം തന്നെ എത്ര വേഗത്തിൽ അന്വേഷണ സംഘം അവിടേക്ക് എത്തും? ഭവ്യ, ഇന്നലെ ഉച്ചവരെ ഇയാളുടെ ചില മൊഴിയെടുക്കലൊക്കെ ആയിരുന്നു. അതിനുശേഷമാണ് തെളിവെടുപ്പിലെത്തിയത്. 12 മണിയായിരുന്നു ഇന്നലെ എത്തുമ്പോൾ. പിന്നീട് ഉച്ചഭക്ഷണത്തിന് 2 മണിക്കൂർ വിശ്രമം ഉണ്ടായിരുന്നു. അതിനുശേഷം 7 മണി വരെ ഇന്നലെ നല്ല ശക്തമായ മഴയാണ് ഇവിടെ. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം കാലാവസ്ഥ കുറച്ചൊന്ന് ശമിച്ചെങ്കിലും കഴിഞ്ഞ നേരത്തെ സമയങ്ങളിലൊക്കെ നല്ല മഴയായിരുന്നു ഇവിടെ. വൈകിട്ട് 7 മണി വരെ ആയാലും ഒരു പക്ഷേ രാത്രി പോലും ഇത്തരത്തിൽ പരിശോധന നടത്താൻ തയ്യാറാണെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നത്. വളരെ പെട്ടെന്ന് ഇതിന്റെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരണം, അത്തരമൊരു നീക്കമാണ് SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും അഭിഭാഷകർക്കൊപ്പമാണ് ഈ ശുചീകരണ തൊഴിലാളി ഇവിടെ എത്തുന്നത്. വലിയ പോലീസ് സുരക്ഷയുണ്ട്. നമുക്ക് കാണാം, നേരത്തെ നമ്മൾ ദൃശ്യങ്ങൾ കാണിച്ച പോലെ ഇവിടെ പോലീസ് 24 മണിക്കൂറും പോലീസ് സുരക്ഷയുണ്ട്. തെളിവുകൾ നശിപ്പിക്കാതിരിക്കാനാണത്. അതോടൊപ്പം ഈ സാക്ഷിക്ക് വലിയ തോതിലുള്ള ജീവന് ഭീഷണിയുണ്ട്. സാക്ഷിയെ അതുകൊണ്ട് തന്നെ സുരക്ഷാ സംവിധാനം സാക്ഷിക്കും ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ അല്പസമയത്തിനകം തന്നെ ഒരു 10 മണിയോടുകൂടി തന്നെ ഇവിടെ സംഘം എത്തിയപ്പോൾ ഈ 13 മാർക്ക് ചെയ്ത സ്ഥലം കുഴിച്ച് പരിശോധിക്കുകയാണോ അതല്ല 14 മുതൽ അങ്ങോട്ട് 100 മൃതദേഹങ്ങളാണ് ഇവിടെ ഉള്ളത്, അത്തരം മൃതദേഹങ്ങളിൽ മാർക്ക് ചെയ്യുന്ന നടപടിയാണോ എടുക്കുന്നത് നമുക്ക് അല്പസമയത്തിനകം അറിയാം. എന്തായാലും വലിയ നിർണായക നിമിഷങ്ങളാണ്. വലിയ ആകാംക്ഷയോടെയാണ് ഇവിടെ നിൽക്കുന്നത്. രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു കൊലപാതകമായി ഇത് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും നേത്രാവതി പൊടിയോരത്ത് ഒരുപാട് ആളുകൾ, അതായത് ഉത്തരേന്ത്യയിൽ നിന്ന് ഉൾപ്പെടെ ഒരുപാട് ആളുകൾ എത്തുന്ന ഒരു സ്ഥലമാണ്. ഇനി രാജ്യത്തിന്റെ ഏതെല്ലാം ഭാഗത്ത് ഇത്തരത്തിൽ പെൺകുട്ടികളെ തിരോധാനം ഉണ്ടായിട്ടുണ്ട്, ഇനി ഇവിടെ എത്ര പേർ ഇത്തരത്തിൽ മരണപ്പെട്ടു, അതൊക്കെ അറിയേണ്ടതുണ്ട്. ഏതായാലും കൂടുതൽ നിർണായകമായ പുറത്തു വരാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ശുചീകരണ തൊഴിലാളി ഇവരോട് അന്വേഷണ സംഘത്തിന് SITക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. DGPയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം എന്നതും പ്രത്യേകതയാണ്. DGP ഈ 2 ദിവസത്തിനകം തന്നെ ഇവിടെ എത്തുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇനി വരും മണിക്കൂറുകൾ ധർമ്മസ്ഥലയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കൊണ്ടുവന്ന ഓരോ വാർത്തകളും ആ കുടുംബങ്ങളുടെ എല്ലാം കണ്ണീരൊപ്പാൻ, അവർക്ക് ആശ്വാസം ലഭിക്കാനുള്ള നടപടികൾ ഉണ്ടാകുന്ന ഭവ്യ, പോലീസ് വാഹനം ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. ഒരു പക്ഷേ ശുചീകരണ തൊഴിലാളിയും കൊണ്ട് ഇപ്പോൾ തെളിവെടുപ്പ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി വരുന്ന വാഹനമാണ്. വാഹനങ്ങൾ വരുന്നുണ്ട്. ഭവ്യ, അല്പസമയത്തിനകം തന്നെ ഇതിന്റെ മറ്റ് നടപടിക്രമങ്ങൾ തുടങ്ങുമെന്നാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന ഇവർക്ക് സുരക്ഷ ഒരുക്കുന്ന പോലീസ് വാഹനമാണ്. ആ വാഹനമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ തത്സമയം നമ്മൾ കാണുന്നത്. അതിന് പിറകിലായി ഒരു കാർ വരുന്നുണ്ട്. കാറിലാണ് ഈ ശുചീകരണ തൊഴിലാളിയെ ഇത്തരത്തിൽ എവിടെ എത്തിക്കുന്ന സാഹചര്യം ഉണ്ട്. ഇവരുടെ പ്രവർത്തികൾ തുടങ്ങുന്നതെന്ന് വേണം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. നമുക്ക് കാണാം, ഒരു വാഹനം വരുന്നത് കാണാം. ഈ കാറിലാണ് ഈ ശുചീകരണ തൊഴിലാളി, ഈ കേസിലെ ഏക സാക്ഷി, ഇത്രയും ഞെട്ടിപ്പിക്കുന്ന വസ്തുതകൾ പുറത്ത് പറഞ്ഞ സാക്ഷി ഉള്ളത്. ഏതായാലും നിരവധി വാഹനങ്ങൾ വരുന്നുണ്ട്. പോലീസ് ഇതിന് മുന്നോടിയായി ഇവിടെ എത്തിയതാണ്. ഇവിടെ ഇതേ 13ാം നമ്പറിലാണ് ഈ പോലീസ് വാഹനം ഇപ്പോൾ നിർത്തിയിട്ടിരിക്കുന്നത്. ഒരു പക്ഷേ നമുക്ക് അറിയേണ്ടതിന് ഈ 13ാം ഇടം ഇത് കുഴിച്ചിപ്പോൾ ഇന്ന് തന്നെ പരിശോധന നടത്തുമോ? ദൃശ്യങ്ങളിൽ കാണാം ആ മാർക്ക് ചെയ്തതും അതിന് ചുറ്റും റിബൺ കെട്ടിയതും. ഇതൊന്നും ധർമ്മസ്ഥല പോലീസിന് ബാധകമല്ല. കഴിഞ്ഞ ദിവസം കോടതി നിർദ്ദേശിച്ചതാണ് ഈ സ്ഥലം കൃത്യമായി ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിശദമായി പരിശോധന നടത്തി ഇത്തരത്തിൽ സ്ഥലം അടയാളപ്പെടുത്തി അവിടെ മൃതദേഹങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ധർമ്മസ്ഥല പോലീസിന് നിർദ്ദേശം നൽകിയതാണ്. എന്നാൽ 1 മാസം കഴിഞ്ഞിട്ടും ഇവർക്ക് ഈ കാര്യത്തിൽ ഒരു ഗൗരവം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിപ്പോൾ SIT അതിന് ചുറ്റും കെട്ടിയ ഇതൊക്കെ കാണാം. അത്തരത്തിൽ വളരെ കൃത്യമായ രീതിയിൽ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇന്ന് ഇവിടെ കുഴിച്ച് പരിശോധിക്കുകയാണെങ്കിൽ അത് നിർണായകമായിരിക്കും. എത്ര മൃതദേഹങ്ങൾ ഈ ഭൂമിക്കടിയിലുണ്ട്, അത്തരം രഹസ്യങ്ങൾ എന്താണ്, ആരാണ് ഈ കൊല്ലപ്പെട്ടത്, ആരാണ് ഇത് കൊല ചെയ്തത്, ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരേണ്ടത് ഉണ്ട്. വരും ദിവസങ്ങളിൽ അതൊക്കെ പുറത്തു വരും. പക്ഷെ അതിലും അപ്പുറം ഏറ്റവും വലുത് ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലനുസരിച്ച് എത്ര മൃതദേഹങ്ങൾ ഇങ്ങനെ ലഭിക്കുന്നു എന്നത് തന്നെയാണ്. എന്തായാലും
അത് അല്പസമയത്തിനകം തന്നെ പ്രേക്ഷകർക്ക് തത്സമയം നമുക്ക് ഇവിടെ നിന്നും നൽകാനാവും. ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് നൽകാനാവും. നമുക്കിവിടെ വീഡിയോ പെർമിഷൻ നമുക്കുണ്ട്. ഇത് അഥവാ ഇന്ന് തന്നെ ഇത്തരത്തിൽ കുഴിച്ചെടുക്കുന്ന നടപടിയിൽ കടക്കുകയാണെങ്കിൽ അത് തത്സമയം തന്നെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. പോലീസ് സംഘം മുന്നോടിയായുള്ള സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായുള്ള പോലീസ് സംഘമാണ് ഇപ്പോൾ എത്തിയത്. അല്പസമയത്തിനകം തന്നെ ശുചീകരണ തൊഴിലാളിയും ഇവിടെ എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതകം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ന്യൂസ് 18 ആണ്. ആധികാരികമായി ആ വാർത്തയുമായി ബന്ധപ്പെട്ട അപ്ഡേഷനുകൾ കൃത്യമായി ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇനിയും തുടരും. വരും മണിക്കൂറിൽ ഏറെ നിർണായകമാണ് ഇനിയുള്ള മണിക്കൂറുകൾ. ധർമ്മസ്ഥലയിൽ ആ ശുചീകരണ തൊഴിലാളി കാണിച്ചു കൊടുത്ത ഇടങ്ങളിൽ ഇപ്പോൾ നിലവിൽ 13 ഇടങ്ങളിലാണ് മാർക്ക് ചെയ്തത്. ആ ഇടങ്ങളിൽ ഇന്ന് കുഴിച്ചുള്ള പരിശോധന ഉണ്ടാകും. അപ്പോൾ മനസ്സിലാകും എന്തൊക്കെയാണ്. രാജ്യം മുഴുവൻ ആ ധർമ്മസ്ഥലയിലേക്ക് ഉറ്റുനോക്കുകയാണ്. എന്തൊക്കെയാണ് ആ മണ്ണിനടിയിൽ പുതഞ്ഞിരിക്കുന്നത്, എത്ര മൃതദേഹങ്ങളുണ്ട്. വലിയ കൊലപാതകത്തിന്റെ ചുരുളഴിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. നമ്മൾ തുടക്കം മുതൽ കേട്ടതാണ്. വലിയ വെല്ലുവിളികൾ നിറഞ്ഞിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ആ വെല്ലുവിളിയൊക്കെ അവസാനിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ നിർണായക ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ശുചീകരണ തൊഴിലാളിയുമായി ഉടൻ തന്നെ അല്പസമയത്തിനകം SIT സംഘം അങ്ങോട്ടേക്ക് എത്തും. നേരത്തെ KV ബൈജു സൂചിപ്പിച്ചതുപോലെ തന്നെ ബൈജുവിനടക്കം ഞങ്ങൾ ന്യൂസ് 18 അടക്കം വലിയ ഭീഷണി ഉണ്ടായിരുന്നു. ആ ഭാഗത്തേക്ക് വന്നു പോകരുത്, സ്നാനഘട്ടത്തിന്റെ ഭാഗത്തേക്ക്, നേത്രാവതി പുഴയുടെ ഭാഗത്തേക്ക് എത്തരുത് എന്നുള്ള വലിയ ഭീഷണി ഉണ്ടായിരുന്നു. പക്ഷേ ആ ഭീഷണി പോലും വകവയ്ക്കാതെയാണ് ന്യൂസ് 18 സംഘം, KV ബൈജു അടക്കം ഞങ്ങളുടെ റിപ്പോർട്ടർ പ്രതിനിധി സംഘം അവിടേക്ക് എത്തിയതും 1 മണിക്കൂറിലധികം നീണ്ട ലൈവ് പ്രേക്ഷകരെ കാണിച്ചതും ആ ഭീഷണി പോലും വകവയ്ക്കാതെയാണ്. ഇതിന്റെ ഒക്കെ ഭാഗമായാണ് ഇപ്പോൾ ഇതാ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് വലിയ SIT സംഘം അന്വേഷണത്തിന് എത്തുന്നത്. ആക്ഷൻ കൗൺസിലിന്റെ ആവശ്യപ്രകാരം SIT എത്തുന്നു. ഇപ്പോൾ വളരെ വേഗത്തിൽ SITയുടെ അന്വേഷണം പുരോഗമിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വരും മണിക്കൂറിൽ ഈ അന്വേഷണത്തോടു കൂടി എന്ത് സംഭവിക്കുമെന്ന് പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹമുണ്ടാകും. കൃത്യമായി ഞങ്ങൾ ആ സമയം പ്രേക്ഷകരിലേക്ക് ആ വാർത്തയുമായി തിരിച്ചെത്തും. ഒരിടവേള. സൈബർ തട്ടിപ്പുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ സ്പെഷ്യൽ ഡ്രൈവ് ശക്തമാക്കുകയാണ് പോലീസ്. ജനുവരി മുതൽ മെയ് വരെ കൊച്ചിയിൽ മാത്രം രജിസ്റ്റർ ചെയ്തത് 3000-ലധികം കേസുകളാണ് ആ റിപ്പോർട്ട് കാണുന്നത്. ഒരേ രീതിയിലുള്ള തട്ടിപ്പ് അധികകാലം ആവർത്തിക്കുന്നില്ല എന്നത് പോലീസിന് ചെറിയ ബുദ്ധിമുട്ടൊന്നുമല്ല സൃഷ്ടിക്കുന്നത്. ഒരു തട്ടിപ്പ് കണ്ടെത്തി അതിന്റെ എല്ലാ പഴുതുകളും അടയ്ക്കുമ്പോൾ അതുവരെ പരിചയമില്ലാത്ത മറ്റൊരു തട്ടിപ്പുമായി സംഘം പുറത്തിറങ്ങും. പേഴ്സണൽ ലോൺ തട്ടിപ്പ്, സിനിമാ മേഖലയിലെ നിക്ഷേപ തട്ടിപ്പ്, ബാങ്ക് OTP, ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ്, വാട്സ്ആപ്പ് ഹാക്കിംഗ്, ടെലിഗ്രാം ഹാക്കിംഗ്, ഏറ്റവും ഒടുവിലായി എംപരിവാഹൻ ആപ്പ് തട്ടിപ്പ്. ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ടെലികോം വിഭാഗം വഴി നിർദ്ദേശങ്ങൾ നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും പറ്റിക്കപ്പെടുന്നവർ നിരവധിയാണ്. അതിന് തെളിവാണ് കേരളത്തിൽ കഴിഞ്ഞ ജനുവരി മുതൽ മെയ് വരെ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം. 9539 കേസുകളാണ് ഈ കാലഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. ഇതിൽ 3158 കേസുകളും കൊച്ചിയിലാണ് രജിസ്റ്റർ ചെയ്തത്. ഇങ്ങനെ സൈബർ തട്ടിപ്പുകൾ ഏറിവരുന്ന സാഹചര്യത്തിൽ സ്പെഷ്യൽ ഡ്രൈവ് ശക്തമാക്കുകയാണ് കൊച്ചി സിറ്റി പോലീസ്. പോലീസ് സൈബർ ഡിവിഷനിൽ, അതായത് 1930 എന്ന നമ്പറിലേക്ക് വിളിച്ച് രജിസ്റ്റർ ചെയ്യുന്ന പരാതികളിൽ നടപടികൾ വേഗത്തിലാക്കി അന്വേഷണ പുരോഗതി ദിവസവും വിലയിരുത്തിയുമാണ് പ്രവർത്തനം. ഇതിനുശേഷം ജനുവരി മുതൽ മാർച്ച് വരെയുള്ള സ്പെഷ്യൽ ഡ്രൈവിൽ കേരളത്തിൽ ആകമാനം 286 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെയാണ് ഡാർക്ക് വെബിലെ ലഹരി ഇടപാടുകളും ആയുധ ഇടപാടുകളും പിടികൂടിയത്. ഇൻഫോ പാർക്കിൽ കേരള പോലീസിന്റെ സൈബർ ഡോം ഉദ്യോഗസ്ഥർ സജീവമാണ്. കുറ്റകൃത്യങ്ങൾ തടയാൻ ഫിനാൻഷ്യൽ ഫ്രോഡ് റിസ്ക് ഇൻഡിക്കേറ്റർ അഥവാ FRI സംവിധാനവുമായി ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗവും രംഗത്തുണ്ട്. ഏറ്റവും ഒടുവിലായി എംപരിവാഹൻ തട്ടിപ്പിന്റെ സൂത്രധാരന്മാരെ കൊച്ചി സിറ്റി പോലീസ് വാരാണസിയിൽ എത്തിയാണ് പിടികൂടിയത്. 16-കാരനായ 3ാം പ്രതിയാണ് APK ഫയൽ ഉണ്ടാക്കിയത് എന്ന ഞെട്ടിക്കുന്ന വിവരവും പോലീസിന് കണ്ടെത്താനായി. എംപരിവാഹൻ വെബ്സൈറ്റിൽ നിന്ന് 10,000-കണക്കിന് വാഹനോടമകളുടെ വിവരങ്ങൾ ചോർന്നത് ദേശീയ തലത്തിൽ തന്നെ വിവാദമായിരുന്നു. കൊച്ചി നഗരത്തിൽ മാത്രം 96 പരാതികളാണ് രജിസ്റ്റർ ചെയ്തത്. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ പ്രതികൾ കേരളത്തിൽ നിന്ന് മാത്രം തട്ടിയെടുത്ത് 50 ലക്ഷത്തോളം രൂപയാണ്. കൊച്ചി സൈബർ പോലീസിന്റെ അഭിനന്ദനാർഹമായ ചുവടുവയ്പ്പാണ് പ്രതികളെ പിടികൂടാൻ സഹായിച്ചത്. ന്യൂസ് 18 കൊച്ചി. സ്പെഷ്യൽ ഡ്രൈവ് അത് ശക്തമാക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്നത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. അതിലേക്ക് എന്തൊക്കെ മുൻകരുതലുകൾ എടുത്താലും സൈബർ കുറ്റകൃത്യങ്ങളുടെ എണ്ണം ദിനംപ്രതി കൂടി വരികയാണ്. ഒരു തരത്തിൽ പരിവാഹന ആപ്പ് വരെ എത്തി നിൽക്കുന്ന സൈബർ ക്രൈം ഇനി വേറൊരു മോഡിൽ അതിൻ്റെ മറ്റൊരു രീതിയിലേക്ക് കടന്നു വരികയാണ്. ഇതിനെല്ലാം ഉപരി
കൊച്ചിയിൽ തന്നെ ഈ കഴിഞ്ഞ വർഷത്തിൽ 3158 കേസുകൾ രജിസ്റ്റർ ചെയ്തുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതിനെതിരെ കൊച്ചിയിലെ സൈബർ പോലീസ് വിങ് അങ്ങേയറ്റം ശക്തമായ നടപടികൾ കൈക്കൊള്ളുന്നുമുണ്ട്. എന്തായാലും നമ്മളോടൊപ്പം സിറ്റി പോലീസ് കമ്മീഷണറുണ്ട്. അദ്ദേഹത്തോട് കൂടുതൽ ചോദിക്കാനുണ്ട്. കാരണം എന്തൊക്കെ മുൻകരുതലുകളാണ്, എന്തൊക്കെ അവയർനെസ്സാണ് ആളുകൾക്ക് നൽകാനുള്ളത് എന്നുള്ള കാര്യം ചോദിക്കേണ്ടത്. നമസ്കാരം സർ. നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സൈബർ ക്രൈംസിൻ്റെ എണ്ണം ദിനംപ്രതി കൂടുകയാണ്. ഒരു തരത്തിലുള്ള ഓപ്പറേഷൻ ബ്ലോക്ക് ചെയ്യുമ്പോൾ അത് വേറൊരു തരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുന്നിൽ തന്നെ ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പം ഏറ്റവും ഒടുവിൽ പരിവാഹൻ ആപ്പിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിന് ഈ പറഞ്ഞതുപോലെ നമ്മുടെ സൈബർ വിങ് ആയാലും പോലീസ് ആയാലും എന്തൊക്കെ മുൻകരുതലുകളാണ് പെട്ടെന്നായിട്ട് അടിയന്തരമായി കൈക്കൊള്ളുന്നത്? നമ്മൾ ഈ സൈബർ ക്രൈംസ് കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി പല ഇനീഷ്യേറ്റീവ്സ് നമ്മൾ എടുത്തു വരുന്നുണ്ട്. ഒന്നാമത്തത് അവെയർനെസ് ആണ്. ജനങ്ങൾക്ക് ഈ സൈബർ കുറ്റകൃത്യങ്ങൾ എന്താണ്, അത് എങ്ങനെയാണ് സാധാരണ ആൾക്കാർ ഈ പ്രതികൾ ചെയ്യുന്നത് എന്ന വിഷയങ്ങളിൽ കുറേ അവെയർനെസ് പരിപാടികൾ നടത്തിയിട്ടുണ്ട്. പോലീസ് തന്നെ പോയി ക്ലാസ് എടുക്കാറുണ്ട്. അതോടൊപ്പം ഈ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് അവർ തലത്തിൽ അവർ നല്ല രീതിയിൽ ബോധവൽക്കരണം നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ആൾക്കാർ 1-2 മോഡസ് ഓപ്പറാൻഡി ഉണ്ടെങ്കിൽ അത് മാത്രമേ നോക്കിയിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ കുറ്റവാളികളെല്ലാം പുതിയ പുതിയ പദ്ധതികളോടാണ് ആൾക്കാരിൽ അടുത്തേക്ക് എത്തുന്നത്. ഇപ്പം നമ്മൾ ഈ പരിവാഹൻ ആപ്പ് എന്ന ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് കുറേ കേസുകൾ പല സ്ഥലങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ കുറ്റവാളികളെ പിടിക്കുമ്പോൾ നമ്മൾ കണ്ടത് ശരിക്കും പല രീതിയിലുള്ള ആപ്ലിക്കേഷൻസിനെ അവർ ഫേക്കായിട്ടുള്ളൊരു ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കിയിട്ട് അതിലൂടെ ആൾക്കാർ അടുത്തേക്ക് ഒരു മെസ്സേജ് അയക്കുകയും ആൾക്കാർ അതിൽ എന്തെങ്കിലും റെസ്പോണ്ട് ആവുന്നുണ്ടെങ്കിൽ അവരെ തട്ടിക്കാനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തുന്നത്. സോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെനവർ അപ്പോൾ പുതിയ അറിയാത്ത സോഴ്സിൽ നിന്ന് എന്തെങ്കിലും മെസ്സേജ് വന്നാൽ ഉടൻ തന്നെ റെസ്പോണ്ട് ചെയ്യേണ്ട എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരിവാഹൻ ആപ്പിലാണ് ഏറ്റവും ലേറ്റസ്റ്റ് വന്നിരിക്കുന്നത്. അതിനു മുൻപ് സാറിന് അറിയാം, നമ്മൾ ഈ പറഞ്ഞ പോലെ ബാങ്ക് ക്രെഡൻഷ്യൽസ് ചോദിക്കുക, അതല്ലെങ്കിൽ അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് പല മോഡ് ഓഫ് പല കൈൻഡ് ഓഫ് ക്രൈംസ് ഇങ്ങനെ വന്ന് തുടങ്ങി വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ, അപ്പോൾ ഫിസിക്കലായിട്ട് നേരിട്ട് പോയി കാണുക എന്നുള്ളത്. പക്ഷേ ഇതിനകത്ത് വേറൊരു വിഭാഗമുണ്ട്. ഇത് ഈ ഇതിന് ഫോൺ മാത്രം അവെയറായിട്ടുള്ള, അല്ലെങ്കിൽ ഇത്തരം ക്രൈംസിനെ പറ്റി ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോൾ OTP ചോദിക്കുമായിരിക്കും, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഡിജിറ്റൽ അറസ്റ്റ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ അത് പാനിക്കാവുന്ന കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ അവരിലേക്ക് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു അവെയർനെസ് എത്തിക്കാൻ പറ്റുക? മീൻസ് ഞാൻ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല, ഇപ്പോൾ മൊത്തത്തിലൊരു ഒരു ക്യാമ്പയിൻ പോലെ എടുത്താൽ പോലും, ഇപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ്, അപ്പം അങ്ങനെ എടുത്താൽ പോലും ഏതൊക്കെ തരത്തിൽ നമുക്ക് ഇവരിലേക്ക്, സാധാരണ ആളുകളിലേക്ക് ഇത്തരം അവയർനെസ് എത്തിക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ, മറ്റ് മെയിൻ സ്ട്രീം മീഡിയ ആണ് ഏറ്റവും ശക്തമായ ജനങ്ങളുടെ അടുത്തേക്ക് മെസ്സേജിനെ കൊണ്ടുപോകണമെങ്കിൽ ഈ 2 വഴികളാണ് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അപ്പോൾ മെയിൻ സ്ട്രീം മീഡിയ നല്ല രീതിയിൽ ഇതിനെപ്പറ്റിയുള്ള ഒത്തിരി ആർട്ടിക്കിൾസ് ശരിക്കും പത്രത്തിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ എല്ലാ നമ്മൾ പിടിച്ചതോ മറ്റ് അല്ലാതെ റിപ്പോർട്ടാവുന്ന എല്ലാ കേസുകളും നല്ല രീതിയിൽ മെയിൻ സ്ട്രീം മീഡിയയിൽ കവർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ തന്നെ നമുക്ക് ഒരുതരം പുതിയ പദ്ധതികൾ എന്താണ് അവർ ഉപയോഗിക്കുന്നതെന്ന് അറിയാം. കൂടാതെ സോഷ്യൽ മീഡിയയിൽ എല്ലാ പോലീസിൻ്റെ ഫേസ്ബുക്ക് ഹാൻഡിൽസ്, ട്വിറ്റർ ഹാൻഡിൽസ്, അതുപോലെ യൂട്യൂബ് ചാനലുകളിലെയും പോലീസിൻ്റെ സോഷ്യൽ മീഡിയ ലിങ്ക്സിൽ ഇതിൻ്റെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അതാത് സമയത്ത് അപ്ലോഡ് ചെയ്ത് വരുന്നുണ്ട്. മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്, എന്തെങ്കിലും ഒരു സംശയം വന്നാൽ ഉടൻ തന്നെ 112ലേക്ക് വിളിക്കുകയോ, അല്ലെങ്കിൽ 1930ലേക്ക് വിളിക്കുകയോ, അല്ലെങ്കിൽ ലോക്കൽ പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെടുകയോ എന്നത് നിർബന്ധമായിട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഡിജിറ്റൽ സ്പേസ് എന്ന് പറയുന്നത് വളരെ വൾനറബിളായിട്ടുള്ളൊരു സ്പേസാണ്. അതിനകത്ത് നമ്മൾ ശ്രദ്ധിച്ച് മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്ന ഒരു വിഷയം നമ്മൾ ഉള്ളിലേക്ക് ആക്ച്വലി സിങ്ക് ചെയ്യപ്പെടണം. സൈബർ ക്രൈമുകളുടെ രീതികൾ മാറുകയാണ് ദിനംപ്രതി. എന്നിരുന്നാൽ പോലും പോലീസ് അതിൽ ഓരോ തരത്തിലുള്ള ക്രൈമുകൾ വരുമ്പോഴും അതിനെ ഏതൊക്കെ തരത്തിൽ ബ്ലോക്ക് ചെയ്യാമെന്നുള്ള ഇന്നോവേഷൻസുമായിട്ട് പോലീസ് രംഗത്തുണ്ട് താനും.
കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ NR മനോജിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18. കൊച്ചി കമ്മീഷണർ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സംശയം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറ്റിക്കപ്പെടുകയാണോ, നമ്മൾക്ക് വന്ന കോളോ മെസ്സേജോ പറ്റിക്കപ്പെടുകയാണോ എന്ന് തോന്നിയാൽ 112 എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതാണ് എന്നാണ് ഇപ്പോൾ കൊച്ചി കമ്മീഷണർ നമ്മളോട് പറഞ്ഞത്. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഓർമ്മകൾ അറിവിലേക്കായി ഒന്നുകൂടെ പറയുന്നു. 112 എന്ന നമ്പറിൽ നിങ്ങൾക്ക് വരുന്ന ഏതെങ്കിലും മെസ്സേജോ കോളോ എന്തെങ്കിലും ഒരു സംശയം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ 112 എന്ന നമ്പറിലേക്ക് വിളിച്ച് അത് ക്ലിയർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം മാത്രമേ വന്ന കോളിനൊരു റെസ്പോണ്ട് ചെയ്യാൻ അല്ലെങ്കിൽ മെസ്സേജിന് റെസ്പോണ്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഈ വാർത്ത റിപ്പോർട്ട് ഞങ്ങളുടെ പ്രതിനിധി ആജ്ഞ രവീന്ദ്രൻ ചേരുന്ന വിവരങ്ങളുമായി. ആജ്ഞ, പൊതുവെ പറയാറുണ്ട് മലയാളികളെയാണ് പറ്റിക്കാൻ എളുപ്പമെന്ന്. ഇപ്പോൾ പോലീസിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് കണക്കുകൾ പ്രകാരം അത് ശരിവെക്കുന്നതുമാണ്. കൂടുതൽ മലയാളികൾ ഓരോ ദിവസവും പറ്റിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കണം. ഈ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ടെലികോം വിഭാഗം വഴി നിർദ്ദേശങ്ങൾ നിരന്തരം നൽകുന്നുണ്ട്. പക്ഷേ ആ നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ട് പോലും നമ്മൾ വീണ്ടും പറ്റിക്കപ്പെടുകയാണ്, അല്ലേ? തീർച്ചയായിട്ടും ഭവ്യ, കാരണം ഇപ്പോൾ ഭവ്യ സൂചിപ്പിച്ചതുപോലെ ഡിജിറ്റൽ അറസ്റ്റ് വ്യാപകമായിരുന്ന സാഹചര്യത്തിൽ ഇതുപോലെ ഉള്ള ഡിജിറ്റൽ അറസ്റ്റിനെ പറ്റിയുള്ള മുൻകരുതൽ ഏത് തരത്തിൽ വേണമെന്നുള്ള ഇൻഫർമേഷനൊക്കെ ടെലികോം കമ്മ്യൂണിക്കേഷൻസിൻ്റെ ഭാഗമായിട്ട് ഓരോ കോളിലും ഓരോരുത്തരുടെയും ഡയലർ ടോൺ ആക്കി തന്നെയായിരുന്നു അത് മുൻപോട്ട് പോയിരുന്നത്. പക്ഷേ ഓരോ ദിവസവും, അതായത് ഈ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള തട്ടിപ്പ് പിടിക്കപ്പെട്ടു, അത് ആളുകൾക്ക് അതിനെപ്പറ്റിയുള്ള അവയർനെസ് ആയിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുമ്പോൾ പുതിയൊരു രൂപത്തിൽ സൈബർ തട്ടിപ്പുകൾ വ്യാപകമാവുകയാണ്. പുതിയ ഡൊമൈനുകൾ ഉണ്ടാകുന്നു, പുതിയ ആപ്ലിക്കേഷനുകൾ ഉണ്ടാകുന്നു. ഇങ്ങനെ, അതായത് ഇതിപ്പോൾ പരിവാഹൻ ആപ്പിൽ വന്ന് നിൽക്കുന്നു. അതിൽ തന്നെ 2500ഓളം പേരാണ് ഇന്ത്യയിൽ ഒട്ടാകെ പറ്റിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ തന്നെ 50 ലക്ഷത്തോളം രൂപ കേരളത്തിൽ നിന്ന് തന്നെയാണ് തട്ടിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാകുമ്പോൾ തന്നെ ഭവ്യ സൂചിപ്പിച്ചത്, അതായത് മലയാളികളെ കൂടുതൽ പെട്ടെന്ന് പറ്റിക്കാൻ പറ്റുമെന്ന് പറയുന്ന അല്ലെങ്കിൽ വ്യാപകമായിട്ടുള്ള ഒരു ശീല് യാഥാർത്ഥ്യമാകുന്ന ഒരു തരത്തിലേക്ക് തന്നെ പോകുന്നു. 3158 കേസുകളാണ് കൊച്ചിയിൽ മാത്രം കഴിഞ്ഞ ജനുവരി മുതൽ മെയ് വരെയുള്ള റിപ്പോർട്ട് അനുസരിച്ച് കൊച്ചിയിൽ മാത്രം സൈബർ ക്രൈമുകളായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിരവധി കേസുകൾ സൈബർ പോലീസിൻ്റെ ഇടപെടൽ കൊണ്ട് നിരവധി കേസുകളും അല്ലെങ്കിൽ പണം ഒരുപാട് നഷ്ടപ്പെടുന്നതൊക്കെ തടയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ പോലും ഓരോ തരത്തിൽ എനിക്ക് പരിചയമുള്ള ആളുകളുടെ വാട്സപ്പിൽ നിന്ന് പൈസ ചോദിച്ചുകൊണ്ട് മെസ്സേജുകൾ വരുന്നുണ്ട്. എൻ്റെ തന്നെ ടെലിഗ്രാം കഴിഞ്ഞ ആഴ്ച ഹാക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അത് സൈബർ പോലീസ് ഇടപെട്ട് അത് പെട്ടെന്ന് ബ്ലോക്ക് ചെയ്യുകയും നമുക്ക് അറിയാവുന്ന ആളുകളിലേക്കൊക്കെ പെട്ടെന്ന് മെസ്സേജ് എത്തിക്കുകയും ചെയ്യൂ എന്ന് പറഞ്ഞത് കൊണ്ട് അത് ഈ പറഞ്ഞതുപോലെ ഒരു പക്ഷേ നമ്മൾ ഇവരുമായി വളരെ അടുത്ത് പെരുമാറുന്ന ആളുകളായതുകൊണ്ടായിരിക്കും പെട്ടെന്ന് നമുക്ക് അത്തരത്തിലുള്ള ഒരു റീച്ച് കിട്ടിയത് അല്ലെങ്കിൽ അത്തരമൊരു സഹായം കിട്ടിയത്. പക്ഷേ സാധാരണക്കാരായുള്ള ആളുകൾ ഈ പറയുന്നത് പോലെ എന്നെ തന്നെ നിരവധി സ്ത്രീകളെ വിളിച്ചത്, അതായത് നിങ്ങളുടെ ഫോട്ടോയുണ്ട് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ എന്ന് പറയുമ്പോൾ പാനിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ തന്നെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, കമ്മീഷൻ തന്നെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇത്തരം സ്ത്രീകൾ ഇത്തരം ഒരു ആകാംക്ഷ, എന്ത് തരത്തിലുള്ള ഫോട്ടോയാണ് വെബ്സൈറ്റിലുള്ളത് എന്നുള്ള ആകാംക്ഷയോട് കൂടിയിട്ട് ഇതിൽ കയറി. ശരി, വ്യക്തമാണ്. സ്പെഷ്യൽ ഡ്രൈവ് എന്തായാലും ശക്തമാക്കാൻ പോകുന്നു അന്വേഷണ സംഘം. കൊച്ചി പോലീസ് എന്നുള്ള വിവരമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കടക്കുന്നു. ചേർത്തല പള്ളിപ്പുറത്ത് വീട്ടുവളപ്പിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയേറുന്നു. സ്ഥലമുടമ സെബാസ്റ്റ്യനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തു. കാണാതായ ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മയുമായുള്ള ബന്ധം സെബാസ്റ്റ്യൻ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിട്ടില്ല. ചേർത്തലയിൽ നിന്ന് കാണാതായ ബിന്ദു പത്മനാഭനെ സംബന്ധിച്ചും അന്വേഷണമുണ്ടാകും. ജൈനമ്മയും സെബാസ്റ്റ്യനുമായുള്ള ഫോൺ ബന്ധം ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. ക്രൈംബ്രാഞ്ച് സംഘം ജൈനമ്മയുടെ DNA പരിശോധന നടത്തും. ബന്ധുക്കളോട് കോട്ടയം മെഡിക്കൽ കോളേജിലെത്താൻ നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജനുമൊപ്പം G ശ്രീജിത്തും ചേരുന്നു. ആദ്യം ശരണ്യയിലേക്ക്. ശരണ്യ, 1 അല്ല 2 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസാണിപ്പോൾ എത്തി നിൽക്കുന്നത്. അതും ഒരു വീട്ടുവളപ്പിൽ എത്തി നിൽക്കുന്നത് എന്നുള്ള ഏറെ നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രതിയെന്ന് സംശയിക്കുന്ന ആളിൽ നിന്ന് ഇതുവരെ ഒരു തെളിവും അല്ലെങ്കിൽ ഒരു വിവരവും അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടില്ല എന്നാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്?
ഭവ്യ, തീർച്ചയായും നിരവധി ദുരൂഹതകൾ നിറഞ്ഞ ഒരു കേസാണ് ഈ ജൈനമ്മയുടെയും ഒപ്പം തന്നെ ബിന്ദു പത്മനാഭന്റെയും എന്നാണ്. നമ്മളെ ദൃശ്യങ്ങൾ കാണുന്ന ഈ വീടാണ് പറഞ്ഞ സെബാസ്റ്റ്യന്റെ വീട്, സെബാസ്റ്റ്യന്റെ കുടുംബ വീടാണ്. ഈ കോമ്പൗണ്ട് തന്നെ ഏകദേശം 2.5 ഏക്കറോളം വരുന്ന ചതുപ്പും ഒപ്പം തന്നെ പുരയിടവും ഒക്കെയായി ഇടകലർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ സ്പോട്ട്, അതായത് ഇവിടെയാണ് ഇന്നലെ ഒരു വ്യക്തിയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. അത് ഇനി ജൈനമ്മയുടേതാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടി വരുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് തീർച്ചയായും DNA പരിശോധന നടത്തേണ്ടതുണ്ട്. കാരണം നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ കാട് പിടിച്ചൊരു സ്ഥലമാണ്. അവിടെ തന്നെ കാണുന്ന സ്പോട്ടാണ് ഇന്നലെ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലം ഇതാണ് എന്നുള്ളതാണ്. ഇവിടെ നിന്നും ആണ് ഈ കുഴിയെടുത്ത ഭാഗത്ത് നിന്ന് അധികം ആഴത്തിലല്ലാതെയാണ് മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. ഇവിടെ ഓല കൊണ്ട് മറച്ച രീതിയിലായിരുന്നു, കത്തിച്ച അവസ്ഥയിലാണ് എന്നുള്ളതാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. മാത്രമല്ല നമ്മളിപ്പോൾ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ശേഖരിക്കുന്ന ഘട്ടത്തിൽ ഉണ്ടായിരുന്ന വാർഡ് മെമ്പർ ധന്യയുമായി നമ്മൾ സംസാരിച്ചു. അതായത് വലിയ ആഴത്തിലല്ലായിരുന്നു ഈ കുഴി എന്നുള്ളതാണ്. മാത്രമല്ല ഇതിന്റെ മുകളിൽ നിറയെ ഓലയും കാര്യങ്ങളും ഒക്കെ ഇട്ട് മൂടിയ അവസ്ഥയിലായിരുന്നു. അത് മാറ്റിയപ്പോഴാണ് ഈ കത്തിച്ച നിലയിൽ എല്ലുകൾ മാത്രമാണല്ലോ രൂപേഷ് കിട്ടിയിട്ടുള്ളത്. അതായത് ബിന്ദു തിരോധാന കേസുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷൻ കൗൺസിലിൽ ഉള്ള ആളാണ് രൂപേഷ്. ഇന്നലെ ഈ സ്പോട്ടിൽ ഉണ്ടായിരുന്നു. ഇന്നലെ കോട്ടയം ക്രൈംസിന്റെ ടീമാണ് വന്നത്. അവിടെ നിന്ന് ഏറ്റുമാനൂർ വരിയായ ജൈനമ്മയുടെ തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നത്. അങ്ങനെയാണ് കത്തിക്കരിഞ്ഞയിലുള്ള ശരീരാവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുള്ളത്. ഇവിടെ അവര് അന്വേഷണ ഉദ്യോഗസ്ഥർ വരുമ്പോൾ ആദ്യം കയറിയത് വീടിനകത്താണല്ലേ? വീടിനകത്താണ് കയറിയത്. പിന്നെ നിലവിൽ അദ്ദേഹം ഈ ബിന്ദു പത്മനാഭൻ കേസിൽ പ്രതിയാണ്. അതുകൊണ്ട് തന്നെ നിരവധി തവണ ഇവിടെ ആലപ്പുഴ ക്രൈംസാണ് അന്വേഷിക്കുന്നതെങ്കിൽ അവർ വന്നു പോകാറുണ്ട്. ഈ ബിന്ദു പത്മനാഭന്റെ ഒരു മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട്, അതായത് 2006 ബിന്ദു പത്മനാഭൻ എന്ന പള്ളിപ്പുറം സ്വദേശിയായ സ്ത്രീയെ കാണാതാകുന്നത്. അതിനുശേഷം 2013 അവരുടെ പേരിലുള്ള കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സ്വത്തുക്കൾ ഒരു വ്യാജ പവർ ഓഫ് അറ്റോർണി ഉണ്ടാക്കി സെബാസ്റ്റ്യൻ അടക്കമുള്ള ആളുകൾ സെബാസ്റ്റ്യന് വ്യാജ പവർ ഓഫ് അറ്റോർണി ഉണ്ടാക്കി നൽകിയതായാണ് കണ്ടെത്തിയിട്ടുള്ളത്. ശരി, ശരണ്യ പ്രതികരണം എടുത്തോളൂ. നമുക്ക് ഈ വാർത്തയിലേക്ക് വരേണ്ടതുണ്ട്. അതിന് മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. ആ വാർത്തയിലേക്ക് ഞാൻ പോവുകയാണ്. അമ്മ തെരഞ്ഞെടുപ്പിൽ നിന്ന് ജഗദീഷ് പിന്മാറുന്നതായി സൂചന. മോഹൻലാലും മമ്മൂട്ടിയുമായി സംസാരിച്ചെന്ന സൂചന. വനിതാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരട്ടെ എന്ന നിലപാട്. ശ്വേതാ മേനോൻ അധ്യക്ഷയാവാൻ ഇതോടെ സാധ്യത ഏറി. ഏറ്റവും പ്രധാനപ്പെട്ട ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. അമ്മ തെരഞ്ഞെടുപ്പിൽ നിന്ന് ജഗദീഷ് പിന്മാറുന്നു എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മോഹൻലാലും മമ്മൂട്ടിയും ജഗദീഷുമായി സംസാരിച്ചെന്നാണ് ലഭിക്കുന്ന സൂചന. വനിതാ പ്രസിഡന്റ് ഉണ്ടാവട്ടെ എന്നുള്ള ഒരു നിലപാടാണ് എടുത്തത്, ഇവർ രണ്ടുപേരും എടുത്തതെന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. അതോടുകൂടി ശ്വേതാ മേനോൻ അമ്മയുടെ അധ്യക്ഷയാവാനുള്ള സാധ്യത കൂടുന്നു. TG സജിത്ത് നൽകും വിവരങ്ങൾ. സജിത്ത്, ഏറെ നിർണായകമായ വിവരം വരുന്നു. വലിയ മത്സരം ഉണ്ടാകും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. ഇവിടെ അപ്പോൾ ഇതാ ജഗദീഷ് പിന്മാറുന്നു എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഭവ്യ, സുപ്രധാനമായ നീക്കമാണ്. ജഗദീഷാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരരംഗത്തുള്ള പ്രധാനപ്പെട്ടയാൾ. അദ്ദേഹത്തിന് പല പ്രധാനപ്പെട്ട നടന്മാരുടെയും പിന്തുണയുണ്ടായിരുന്നു എന്നതായിരുന്നു വിലയിരുത്തൽ. പക്ഷേ ജഗദീഷ് മത്സരരംഗത്തേക്ക് പിന്മാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം. ഇത് സംബന്ധിച്ചുള്ള ആലോചനകൾ, ചർച്ചകൾ നടക്കുകയാണ്. ഏറെക്കുറെ ഉറപ്പാണ് ജഗദീഷിന്റെ പിന്മാറ്റം. അങ്ങനെയെങ്കിൽ ഒരു വനിത അധ്യക്ഷ സ്ഥാനത്തേക്ക് വരട്ടെ, അമ്മയെ ഇനി നയിക്കേണ്ടത് ഒരു വനിതയാവട്ടെ എന്ന പൊതുധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നീക്കമെന്നാണ് മനസ്സിലാവുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി അടക്കമുള്ള പ്രധാനപ്പെട്ട നടന്മാർ ഇക്കാര്യത്തിൽ സുപ്രധാനമായ ആശയവിനിമയം ജഗദീഷുമായി നടത്തിക്കഴിഞ്ഞു എന്നതാണ് ലഭ്യമാവുന്ന വിവരം. അങ്ങനെ ജഗദീഷ് മത്സരരംഗത്ത് നിന്ന് പിന്മാറുന്നതോടുകൂടി ശ്വേതാ മേനോൻ അമ്മയുടെ പുതിയ പ്രസിഡന്റായി വരാനുള്ള സാധ്യതയാണ് ഏറുന്നത്. ഈ നീക്കത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. കാരണം ഒരു വനിത അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നു എന്നത് അമ്മ എന്ന സംഘടനയെ സംബന്ധിച്ച് സുപ്രധാനമാണ്. കാരണം വനിതകൾക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല, വനിതകൾക്കെതിരെ വലിയ അതിക്രമം നടക്കുന്നു. അങ്ങനെ നിരവധി പഴികൾ കേട്ട ഒരു സംഘടനയാണ്. സിനിമാ മേഖലയ്ക്ക് പൊതുവിൽ ആ പഴിയുള്ളതുമാണ്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഇത്തവണ മാതൃകയായ ഒരു വനിത തന്നെ മത്സരിക്കട്ടെ എന്നൊരു നിലപാടിലേക്ക് വരികയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ജഗദീഷിന്റെ പിന്മാറ്റം ഉണ്ടാവുന്നതെന്നാണ് സാഹചര്യം. അതേസമയം ജഗദീഷ് പിന്മാറുമ്പോൾ ഒരു വനിത തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ജഗദീഷ് ഈ തീരുമാനത്തിലേക്ക് പോവുകയുള്ളൂ. ഇതാണ് നിലവിലുണ്ടായിരിക്കുന്ന ധാരണ. മാത്രമല്ല, ഇന്നലെ ജഗദീഷ് ഈ ബാബുരാജ് പക്ഷത്തേക്ക് കൂറുമാറി എന്ന തരത്തിലൊക്കെ വാർത്തകൾ വന്നിരുന്നു. അത്തരം വാർത്തകൾ നിഷേധിക്കുക കൂടിയാണ് ജഗദീഷിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്.
വളരെ പ്രധാനപ്പെട്ട നിർണായകമായ വാർത്തയാണ്. അമ്മ തെരഞ്ഞെടുപ്പിൽ നിന്ന് ജഗദീഷ് പിന്മാറുന്നുള്ള സൂചന വരുന്നു. മോഹൻലാലും മമ്മൂട്ടിയുമായി സംസാരിച്ചെന്ന സൂചന. വനിതയാവട്ടെ പ്രസിഡന്റ് എന്നുള്ള നിലപാടാണ് ഇപ്പോൾ എടുത്തതെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. നമുക്ക് ഈ വാർത്ത വിശദമായി പരിശോധിക്കണം. ന്യൂസ് ടെൻസിൽ ഈ വാർത്ത വിശദമായി കാണാം. മഞ്ജുഷ് ഗോപാൽ ചേരും. നമസ്കാരം.